ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്ന, നല്ല എക്സസൈസൊക്കെ ലഭിക്കുന്ന, നല്ല കായികശേഷിയൊക്കെ വർദ്ധിപ്പിക്കുന്ന നല്ല തരത്തിലുള്ള ഗെയിമുകൾ, നല്ല ഫുട്ബോൾ, ക്രിക്കറ്റ് പോലെയുള്ള ഗെയിമുകളൊക്കെ കളിക്കുന്നത് അതിനെ നമുക്ക് ഹറാമാണെന്ന് നിഷിദ്ധമാണെന്ന് പറയുന്നില്ല. പക്ഷേ അതിൻ്റെ മുകളിൽ ഹറാമുകൾ കലരരുത്. അഥവാ ഔറത്ത് മറക്കാതെ കളിക്കുക, അന്യ സ്ത്രീ പുരുഷന്മാർ ഇടകലർന്ന് കളിക്കുക, അങ്ങനെ പൈസക്ക് വേണ്ടി കളിക്കുക, ഇങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സസൈസിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കളികൾ, ഓട്ടം ചാട്ടം പോലെയുള്ളത്, അതൊക്കെ നിഷിദ്ധമാണെന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ ചില കളികളുണ്ട്, അത് ബുദ്ധിക്കോ മറ്റൊന്നും ഒരു ഉപകാരമില്ലാത്ത ചില ഗെയിമുകൾ. ആ ഒരു കളികളെ സംബന്ധിച്ചിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം, പണ്ട് നമ്മൾ ഓഫ്ലൈനായിരുന്ന പല കളികളും ഇപ്പോൾ ഓൺലൈനായിട്ട് ഫോണിൽ കളിക്കുന്ന സാഹചര്യമാണുള്ളത്. പൈസക്ക് വേണ്ടി കളിക്കുന്നവരുണ്ട്, അതല്ലാത്ത രൂപത്തിൽ കളിക്കുന്ന പല ആളുകളുമുണ്ട്. പണ്ടൊക്കെ ലൂഡോ ബോർഡ്, അതേപോലെ തന്നെ പാമ്പും കോണിയും, അങ്ങനെ അതൊക്കെ പ്രാക്ടിക്കലായി വ്യക്തിപരമായി കളിക്കുന്ന സാഹചര്യം. ഇപ്പോൾ അതൊക്കെ മാറി ഫോണിൽ തന്നെ അതെല്ലാം കളിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ്. നെർദുകൊണ്ടൊരുത്തൻ കളിക്കുകയാണെങ്കിൽ അവൻ പന്നിമാംസത്തിൽ കൈയിട്ടവനാണ് എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ എന്താണ് നെർദ്? അതുപോലെ തന്നെ മറ്റൊരു ഹദീസ്, ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ പറയുന്നത്, നെർദ് കൊണ്ട് കളിക്കുന്നവൻ അള്ളാഹുവിനും റസൂലിനും എതിര് പ്രവർത്തിച്ചവനാണെന്നാണ്. അപ്പോൾ എന്താണ് ഈ നെർദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പകിടകളി എന്ന് പറയും. അതാ ഒരു ചതുരക്കട്ട ഇട്ടുകൊണ്ട് അതിൽ തെളിയുന്ന നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന തികച്ചും സാങ്കല്പികമായിട്ടുള്ള ഒരു കളി. അപ്പോൾ 6 വന്നു കഴിഞ്ഞാൽ തുടങ്ങുകയാണ്, അങ്ങനെ പോകുമ്പോൾ ഇന്നാൾ വിജയിച്ചു. സാങ്കല്പികമാണ്, ബുദ്ധിക്കോ മറ്റൊന്നും യാതൊരു പ്രയോജനമൊന്നുമില്ലാത്ത സാങ്കല്പികമായ ഗെയിമുകൾ. അപ്പോൾ ഈ ഒരു കളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹിമഹുല്ലാ ശറഹ് മുസ്ലിമിൽ പറയുന്നുണ്ട്, നെർദ് കളി ഹറാമാണ് എന്നുള്ളതിന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവും അതുപോലുള്ള മറ്റ് മദ്ഹബിൻ്റെ ഇമാമന്മാരും എല്ലാവരും ഈ നെർദ് കളി അഥവാ പകിടകളി, ഇന്നിപ്പോൾ പരിഷ്കരിച്ച പേരിൽ പറയുമ്പോൾ ലുഡോ ഗെയിം, ആ ലുഡോ ഗെയിമൊക്കെ ഹറാമാണ് എന്നുള്ളതിന്, ഈ ഗെയിമൊക്കെ ഹറാമാണ് എന്നുള്ളതിന് ഈ ഒരു ഹദീസാണ് തെളിവ് പിടിച്ചിട്ടുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി റഹിമഹുല്ലാ ശറഹ് മുസ്ലിമിൽ പറയുമ്പോൾ അതേ പ്രകാരം തന്നെ നവവി ഇമാം തൻ്റെ ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലും ഇതേ ചർച്ച കൊണ്ടുവരുന്നുണ്ട്. മിൻഹാജിൽ ഈ വിഷയം പറയുന്നുണ്ട്. ഇത്തരം കളികൾ, ഈ പകിടകളി ഒക്കെ നിഷിദ്ധമാണെന്നാലും അതിന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നവവി ഇമാം വിശദീകരിക്കുന്നുണ്ട്. ഈ വെറും ഒരു പകിടകളി അഥവാ ലൂഡോ പോലെയുള്ള ഗെയിം മാത്രമല്ല, ഇതിനോട് സാമ്യമാകുന്ന മറ്റു ഗെയിമുകളും ഇതേ പ്രകാരം തന്നെ നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ എല്ലാ ഗെയിമുകളും നിഷിദ്ധമാണ്, ഒരൊറ്റ ഗെയിമില്ലാതെ ഫോണിലല്ലാതെ ആവട്ടെ ഏത് കളികളും നിഷിദ്ധമാണ്, അങ്ങനെയാണ്. അപ്പോൾ അതിനൊരു ഒരു ഒരു തത്വം പറയുന്നുണ്ട്. എന്താ? കുല്ലുമ ഇഅ്തമദൽ ഹിസാബ് വൽ ഫിക്ര ലാ യഹ്റുമു. അഥവാ നമ്മുടെ ഗണിത മെച്ചങ്ങൾ പോലെയുള്ള ബുദ്ധിയെ വികസിപ്പിക്കുന്ന, ബുദ്ധിയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമുകളാണെങ്കിൽ അത് ഹറാമില്ല എന്നാണ് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ പറയുന്നത്. തുഹ്ഫ, നിഹായ, മുഗ്നി പോലെയുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വിശദീകരിക്കുന്നുണ്ടത്. അപ്പോൾ കണക്ക് കൊണ്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വകുപ്പിൽ ബുദ്ധിക്കൊരു മെച്ചം കിട്ടുന്ന തരത്തിലുള്ള ഗെയിമുകളാണോ, അത് ഹറാമില്ല. ബുദ്ധിയുടെ പ്രത്യേകത എന്താണ്? അതിനങ്ങനെ പരിവർത്തനം ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ വികസിച്ച് നല്ല ബുദ്ധി വർദ്ധിച്ചു വരികയല്ല ചെയ്യാം. നേരെ മറിച്ച് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, അതിനെ മരവിപ്പിക്കുന്ന ഗെയിമുകളാണെങ്കിലോ അത് ബുദ്ധിയും മരവിച്ച് അങ്ങനെ പോകുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഗെയിം സ്ഥിരമായി അഡിക്റ്റായ കുട്ടികളൊന്ന് ശ്രദ്ധിച്ച് നോക്ക്. അവരോട് വിളിച്ചാൽ കുറഞ്ഞ സമയം കഴിഞ്ഞിട്ടാണ് അവർ കേൾക്കൽ. അവർ കയ്യിൽ ഫോൺ ഇല്ലെങ്കിലും കൈ ഇങ്ങനെ വെറുതെ ഗെയിം കളിക്കുന്നത് പോലെ അനക്കുന്നതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചു കൂടുതൽ അഡിക്റ്റായ മക്കളിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം മക്കളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഗെയിം നമ്മൾ കുട്ടികൾ കരയുമ്പോൾ കുട്ടികളെ ആ കരച്ചിലൊന്ന് മാറ്റാൻ വേണ്ടി ഫോൺ കൊടുത്തിട്ട് അതിങ്ങനെ അവർ പല ഗെയിമുകൾ ഡൗൺലോഡ് ആക്കി വെച്ചിട്ടുണ്ടാവും അല്ലേ. കൊടുക്കുന്ന സമയത്ത് ഫോണിൽ ഗെയിമുകളെ ഉണ്ടാവില്ല. പിന്നെ അവരെന്നെ പ്ലേ സ്റ്റോറിൽ പോയി ഒരുപാട് ഗെയിമുകൾ ഡൗൺലോഡാക്കി അത് നിറച്ചിട്ടുണ്ടാവും. പിന്നെ പല ഗെയിമുകളും, കാർ റേസിങ്, അതേപോലെ തന്നെ ബൈക്ക് റേസിങ്. എന്ത് കാർ റേസിങ്? ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യുമെന്നല്ലല്ലോ, ഇത് ഫോണിൽ ഇങ്ങനെ അമർത്തുന്നല്ലേ. അതങ്ങനെ ആക്കുമ്പോൾ അങ്ങനെ പോയി ഞാൻ ജയിച്ചു എന്ന് പറയാം. വെറും ഊഹങ്ങളല്ലേ ഇതൊക്കെ. അതാണ് മഹാന്മാർ പിന്നെ ശേഷം പറയുന്നുണ്ട്, കുല്ലുമാ മുഅ്തമിദുഹു അത്തഖ്മീനു യഹ്റുമു. വെറും ഊഹങ്ങളുടെ അടിസ്ഥാനത്തിൽ, വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഏത് തരം ഗെയിമുകളാണെങ്കിലും അത് ഹറാമാണ്. നോക്ക് നിങ്ങൾ, ഈ പാമ്പും കോണിയിലുള്ളത് എന്താണ്? ഇതിങ്ങനെ ചതുരക്കട്ട ഇട്ടിട്ട് അതിൽ തെളിയുന്നൊരു നമ്പർ വന്നു കഴിഞ്ഞാൽ കളി തുടങ്ങി. അതിൻ്റെ യാഥാർത്ഥ്യമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒന്നുമില്ല, വെറും ഊഹമാണ്. അങ്ങനെ ഒരു ആളുകൾ നിശ്ചയിച്ച് വെച്ചിട്ട് അങ്ങനെ പോവുക. അതങ്ങനെ പോയി ഇയാൾ ജയിച്ചു. എന്ത് ജയിച്ചു? യഥാർത്ഥത്തിൽ ഉള്ള കാര്യമാണോ അത്? വെറും ഊഹങ്ങളാണ്. ഇതേപോലെ പ്രകാരം തന്നെ മറ്റു ഗെയിമുകൾ, കാർ റേസിങ്, ബൈക്ക് റേസിങ്, ഇതിലൊക്കെ എന്താണ് വെറുതെ ബട്ടൺ ഞെക്കി അങ്ങനെ പോയി ചോദിച്ചു. ചില ഗെയിമുകളൊക്കെ അതിഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകളെ കൊല്ലുന്നത്. അങ്ങനെയൊക്കെയുള്ള ഗെയിമുകളാകുമ്പോൾ അത് ഗൗരവമായി കാണേണ്ടതാണ്. അത്തരം ആളുകളിൽ അത്തരം പ്രവണത പിന്നീട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഗെയിമുകൾ അതെല്ലാം നിഷിദ്ധമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക.
നമ്മൾ മക്കൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടി ഫോൺ കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മൾ കളിക്കുകയാണെങ്കിലും നമ്മൾ സമയം പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം പോകാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുമ്പോൾ ഇത്തരം ഗെയിമുകളാണോ കളിക്കുന്നത് എന്ന് നാം ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ബുദ്ധിശേഷിയെ അങ്ങനത്തെ ഗെയിമുകളൊന്നും ഉണ്ടോ എന്നുള്ളതായാലും ബുദ്ധിശേഷിയെ വികസിപ്പിക്കുന്നതോ ഗണിത കളി പോലെയുള്ള ഗെയിമുകൾ, അപ്പോൾ അതൊക്കെ ഉണ്ടാകും. ഗണിതവുമായി ബന്ധപ്പെട്ട് കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗെയിമുകൾ, അതല്ലെങ്കിൽ ബുദ്ധിശേഷിയെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ. ഇത് മാത്രമാണ് ഹലാലായിട്ടുള്ളത്. ബുദ്ധിപരമായ നേട്ടങ്ങളൊന്നും ഇല്ലാതെ വെറും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള എല്ലാ ഗെയിമുകളും നിഷിദ്ധമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആകെ മൊത്തം പറഞ്ഞത് ഇത്ര മാത്രമാണ്. നമ്മുടെ ആരോഗ്യത്തിന് മെച്ചപ്പെടുത്തുന്ന കായിക ശേഷിയെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള കളികളാണെങ്കിൽ അത് പ്രോത്സാഹനജനകമാണ്. ഇനി അതല്ലാത്ത ഗെയിമുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, ബുദ്ധിശേഷിയെ കണക്കിൻ്റെ ഭാഗത്തിലൂടെയോ അതല്ലാത്ത ഭാഗത്തിലൂടെയൊക്കെ ബുദ്ധിയെ വികസിപ്പിക്കുന്ന തരത്തിലുള്ള ഗെയിമുകൾ, അതും ഹറാമില്ല. നേരെ മറിച്ച് ഇതൊന്നുമല്ലാത്ത വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പാമ്പും കോണി, ലൂഡോ ഗെയിം, കാർ റേസിംഗ്, ബൈക്ക് റേസിംഗ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വെറും ഊഹത്തിൻ്റെ അടിസ്ഥാനമുള്ള ഗെയിമുകളാണെങ്കിൽ അത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. അത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി കുട്ടികളുടെ കയ്യിൽ മൊബൈൽ കൊടുക്കലും അപ്പോൾ ഹറാമായി വരും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നമുക്ക് ഗൗരവമുള്ള കാര്യമാണ്. കുട്ടി കരയുമ്പോഴേക്കും മൊബൈൽ കൊടുക്കുമ്പോൾ അത് എന്തിനു വേണ്ടി വിനിയോഗിക്കും? നല്ല കാര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കണമല്ലോ. അതിൽ തന്നെ നല്ല പരിശോധിച്ച് നോക്കാൻ അക്ഷരങ്ങൾ പഠിക്കാനുള്ള ഗെയിമുകൾ ഉണ്ടാവും, അതുപോലെ പഠിക്കാനുള്ള പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. അതുപോലെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നെറ്റ് ഓഫാക്കിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് കുട്ടികളുടെ കയ്യിൽ കൊടുക്കുക, നെറ്റ് ഓൺ ആക്കാൻ പറ്റാത്ത കോലത്തിൽ ലോക്ക് ചെയ്തിട്ടൊക്കെ. ഈ ഒരു രൂപത്തിലല്ലാതെ ഫോണ് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക.